മീൻ കട്ട് ചെയ്യാൻ വേറെ ആളെ അന്വേഷിക്കണ്ട കേട്ടോ. ദേ 2 പേര്. ഈ ആർത്തി കണ്ടാൽ തിന്നും തോന്നുന്നുണ്ടോ? 2 നേരം കൂട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ വക ഓരോ ഛർദിയാണ്. പോരെ ഈ ഒരു കഷ്ണത്തിന് വേണ്ടിയുള്ള ഇരിപ്പ. അത് തട്ടിയെടുക്കാൻ അവന്. അവക്ക് കൊടുത്തോട്ടോ ശരിക്കും. അവളെ തിന്നാതെ ഇട്ടിരുന്നപ്പോൾ അവൻ വന്ന് എടുക്കാനായിട്ട്. വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ കുഞ്ഞിപ്പീസ് വെട്ടി തീർന്നപ്പോൾ കൊടുത്തു. അപ്പം ഇനിയില്ല, ഇനിയും തീർന്നോട്ടോ. വേണ്ടെങ്കിൽ അത് കളഞ്ഞേരടി പോവേ. കണ്ടോ? ആഹാ, സങ്കടാവുക അല്ലേ? നിനക്കും അതുപോലെ ഒരെണ്ണം തന്നല്ലേ? തീർത്തല്ലേ? ഇനി തിന്നാ വേണ്ട, ഛർദിക്കും. ഛർദിക്കും. ചെല്ല, മമ്മി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇനി പൊക്കോ. തീർന്നു. മീൻ മുഴുവൻ തീർന്നു. തീർന്നു. ഇതുണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. പരിശോധിക്കട്ടെ എന്ന്. അതൊക്കെ കവറാ. നോ, നമ്മളെ നല്ല മീൻകറി ഉണ്ടാക്കാൻ പോട്ടോ. അപ്പം ചൂടായ എണ്ണയിലേക്ക് ഇതേ ഉലുവയും കടുകൂടി ഇട്ട് പൊട്ടിക്കുക കേട്ടോ. ചെറുതായിട്ട് ഞുറുക്കിയ വെളുത്തുള്ളി, ഇഞ്ചി, ഒന്ന് കറിവേപ്പില, നമ്മൾ അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ഇടണം. നമ്മൾ അതിൻ്റെ അകത്തോട്ടെ തിളപ്പിച്ച് വെച്ച പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. ബാക്കി ആവശ്യത്തിന് വെള്ളമോടെ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ്. കൂടെ ഇടാം കേട്ടോ. നന്നായിട്ട് ഒന്ന് തിളയ്ക്കണേ. ഞാനിത് മീൻ കറി വയ്ക്കുക കേട്ടോ. എൻ്റെ കൂടെ മീൻ കറി വെക്കാൻ കുക്കും ഉണ്ട് കേട്ടോ. ഞാൻ ബെൽറ്റൊക്കെ ഊരിച്ച് ഫ്രീ ആയിട്ട് വിട്ടേക്കും കേട്ടോ. രാവിലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി ഊരിയതാണ്. ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല പാവം. ഇന്നലെ നല്ല ഇടിയും മഴയായിരുന്നു കേട്ടോ. രാത്രി പാതിരാത്രി വരെ എങ്ങാണ്ടുണ്ടായിരുന്നു. വലിയ ശക്തമായിട്ടുള്ളതല്ല, എന്നാലും ഉണ്ടായിരുന്നു. പാവം ഉറങ്ങിയെന്ന് പറയാനില്ല കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ ഞാൻ അനങ്ങിയില്ല, ആ കൂളർ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൽ ചെറിയ ചെറിയ സൗണ്ടൊന്നും പകലത്തെ ഒന്നും കേൾക്കത്തില്ല. അപ്പോൾ അവന് അങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. അല്ലേ ഇടമുത്തേ? അല്ല ദൈവമേ മതി. ഇപ്പം ഞാൻ മീൻ കറി വെച്ചപ്പോൾ എനിക്കിങ്ങനെ കാവൽ വന്ന് കിടക്കുന്ന. നമ്മളൊക്കെ അഹങ്കാരികളായി പോകുന്നു ഇത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കേട്ടോ. പ്രത്യേകിച്ച് ഞാനൊക്കെ എത്തില്ലേ പോയാലും കാത്തിരിക്കാനായിട്ട്, ഒന്ന് മിറ്റം വരെ ഇറങ്ങിയാലും അതൊക്കെ നോക്കിയിരിക്കാൻ ഒരാൾ. നമ്മളൊക്കെ അഹങ്കാരികളായി പോകുന്നു ഇതൊക്കെ കൊണ്ടല്ലേ. ഇവരെ പോലെ ഇങ്ങനെ സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനുഷ്യർ പോലും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്ത് പാവം പിടിച്ച സാധനങ്ങളല്ലേ ഇവരൊക്കെ. എന്നിട്ടാണ് ഇതുങ്ങളെയൊക്കെ കൊണ്ട് കളയുന്നത്. കഷ്ടം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുങ്ങൾക്കൊക്കെ വിശക്കുമ്പോൾ എന്നാ ചെയ്യും? ഇതൊക്കെ മനുഷ്യർ ചിന്തിക്കുന്നുണ്ടോ? എന്തേലും ആട്ടെ അല്ലേ. ആരും നന്നാവാൻ പോകണമെന്നില്ല. പറഞ്ഞിരുന്നത് നമ്മുടെ മീനി അരപ്പ് തിളച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക്
കഷ്ണങ്ങൾ ഓരോന്ന് എടുത്തിടുക കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഞുറുക്കിയത്, അതിൻ്റെ അകത്ത് തലയെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ മീനെല്ലാം കൂടെ നമ്മളിട്ടു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം തീയിലിട്ടാൽ മതി കേട്ടോ. നന്നായിട്ട് വെട്ടി തിളയ്ക്കണേ. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. തവിയിട്ട് ഇളക്കേണ്ട കേസില്ലല്ലോ. അപ്പം നമ്മൾ ചോറ് അവർക്ക് എടുത്തു കൊടുത്തേക്കാന്ന് വെച്ചു കേട്ടോ. രാവിലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വിശക്കുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചാട്ടോ ചോറ് വയ്ക്കുന്നത്, കുത്തിരിയാണ് വയ്ക്കുന്നത്. വെള്ളേരി കഴിച്ച് കഴിഞ്ഞാൽ അവന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവന് വയറ്റി പിടിക്കത്തില്ല കേട്ടോ. ജയാരി ആണെങ്കിൽ കഴിക്കാനും പാടാം, അരിക്ക് വലിപ്പം കൂടുതലല്ലേ. പക്ഷേ എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ജയാരി കേട്ടോ. വല്ലപ്പോഴും കൊതി തീരെ ഞാൻ വെക്കും കേട്ടോ. അപ്പം ഇച്ചിരി ചോറ് രണ്ടുപേർക്കും എടുത്ത് അതൊന്ന് ചൂടരച്ച് ഫാനിൻ്റെ അടി കൊണ്ടുപോയി കേട്ടോ. നല്ല ചൂടാണേൽ രാവിലെ ആകുമ്പോൾ ചോറിന് നല്ല ചൂടല്ലേ. അപ്പം നന്നായിട്ട് ചൂടരച്ച്, അപ്പോൾ അത് ഒത്തിരി മീൻ എരിവും പുളിയും പിടിക്കുന്നതിന് മുന്നേ 2 കഷ്ണം വീതം ഇട്ട് 2 പേർക്കും ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ വലിയധികം ചാറൊന്നും ഇല്ലാണ്ട് അങ്ങ് കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു 2 നേരം അതിൽ കൂടുതലൊന്നും മീൻ കൂട്ടി കൊടുക്കില്ല കേട്ടോ. അതും അവന് വയറ്റി പിടിക്കത്തില്ല. ഇപ്പോഴത്തെ മീൻ അറിയാമല്ലോ, നല്ല മീനൊന്നും അല്ലല്ലോ. അല്ല പിന്നെ നമ്മൾ പോയി കടാലിൽ പോയി കൊണ്ടിട്ട് നമുക്ക് നല്ല മീൻ കിട്ടും. അത് സാധ്യമായിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ 2 പേർക്കും ചോറ് കൊടുത്തു. അമ്മയുടെ പൊന്നിന് അങ്ങോട്ട് നമ്മുടെ മീൻകറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി ഇത് നിർത്തിയിട്ട് മൂടി വെച്ചാൽ മതി, ഓക്കെ ആവും കേട്ടോ. മീൻ കറി വയ്ക്കുമ്പോൾ എത്രയും കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണ, നമ്മൾ മീൻകറി, നമ്മളെ കേരള സ്റ്റൈൽ മീൻകറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയല്ലേ ഉപയോഗിക്കുന്നത്. ഈ വെളിച്ചെണ്ണ മീൻകറിയിൽ കടുക് പൊട്ടിക്കാൻ നേരം ഉണ്ടല്ലോ, ചുമ്മാ തുടക്കത്തിൽ ആ വെളിച്ചെണ്ണ മൂത്ത് പോകാണ്ടിരുന്നാൽ മതി കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മൂത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിക്കകത്ത് ഒഴിച്ച് ചൂടായി ഇരുന്ന അതിൻ്റെ ആ ഒരു ഫ്ലേവറും വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ല മീൻകറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനി നിർത്തി നമുക്ക് വെച്ചൊരു 10 മിനിറ്റ് മൂടി വെച്ചേക്കാം കേട്ടോ. നല്ല മീൻകറി വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മുളക് മാത്രം ഇട്ട് വെച്ചാണ്. നല്ല എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചുമന്ന ചോറ് കേട്ടോ. പച്ചടിക്കകത്ത മുളക്. എനിക്ക് മീൻ കഷ്ണത്തിനേക്കാളും ഇഷ്ടം മീനിൻ്റെ ചാറാട്ടോ കൂടുതലും. അപ്പം ഞാനത് മുഴുവൻ കുഴച്ചുരുട്ടി കഴിക്കട്ടെ. നല്ല കട്ട ചോമ്പാട്ടോ ചോറ്, നല്ല എരിവുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ. അപ്പോൾ എല്ലാവരും മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്.